ഈ ഒരു ടൈം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ മൺസൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫീവേഴ്സ് ഉള്ളൊരു സമയമാണ്. പരമാവധി നിങ്ങൾ പബ്ലിക് ഗ്യാതറിങ്സിന് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഫീവർ ഉള്ളവരാണെങ്കിൽ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ഹോസ്പിറ്റൽസിൽ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റൽ വിസിറ്റിന് നിങ്ങൾ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സെൽഫ് ക്വാറന്റൈനിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും നിർബന്ധമാക്കുക എന്നുള്ളത് നിലവിൽ അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ ഗൈഡ് ലൈൻ ആയിട്ട് ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഹെൽത്ത് അഡ്വൈസറി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഇറക്കും. അങ്ങനെയല്ല, ആരോഗ്യ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അതായത് നമ്മളിപ്പം കോൺടാക്റ്റ് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും അത്യാവശ്യം പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പ്രോപ്പറായിട്ടുള്ള മാസ്കുകളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ പ്രൊഫഷണൽസ് 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അതെ അതെ, അവർ ആരും തന്നെ സിംറ്റമാറ്റിക് അല്ല. സിംറ്റംസ് ആരും കാണിക്കുന്നില്ല. ഇപ്പം റെസ്പിറേറ്ററി സിംറ്റംസ് വന്നപ്പോഴത്തേക്ക് ലാർജ്ലി അദ്ദേഹത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ പകർന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. എന്താണ്? വെന്റിലേറ്ററിലാണ് അദ്ദേഹം. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലാണ്, വെന്റിലേറ്ററിലാണ്. നിപ്പയുടെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പം നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, കുട്ടികളും ഉണ്ട്. പക്ഷെ ആരും തന്നെ സിംറ്റമാറ്റിക് അല്ല. ഇല്ലില്ല, അവരെല്ലാം നമ്മൾ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. ഇല്ല, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പോലും അവരാരും തന്നെ സിംറ്റംസ് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവരിപ്പം മാത്രമല്ല, അങ്ങനെ ആ കുട്ടികളുടെ ഫർദർ കോണ്ടാക്ട് ആയിട്ടുള്ളവരെ എല്ലാം നമ്മൾ ഒരു ലോ റിസ്ക് കോണ്ടാക്ട്സിൽ വരും. ഓക്കെ, മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു. വന്നിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രസ് ബ്രീഫിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. റൂട്ട് മാപ്പും കോൺടാക്ട് ട്രേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ, പക്ഷേ സ്റ്റിൽ അത് ലോ റിസ്ക് ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഹൈ റിസ്ക് ആയിട്ടുള്ള കോൺടാക്ട്സ് എല്ലാം അത്യാവശ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇല്ല, നമുക്ക് കേരളത്തിൽ തന്നെ വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് അടക്കം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷനാണിത്. അപ്പം അവർ അതിനകത്ത് സ്റ്റഡി ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഇല്ല, അവരുണ്ടായിരുന്നു. അവർ കോഴിക്കോടാണ് നമ്മളതിൻ്റെ വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് ഉള്ളത്. അവർ ഈ ആദ്യം മുതലേ ഡിസ്കഷൻസിൻ്റെ ഭാഗമാണ്. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ബാഡ് ഡ്രോപ്പിംഗ്സ് ഉള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ വവ്വാൽ കടിച്ചതായിട്ടുള്ള പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു അഡ്വൈസറിയും നിലവിൽ കൊടുക്കാനില്ല. സെൽഫായിട്ട് അത് ചെയ്താൽ ഇപ്പോൾ തൽക്കാലം അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിപ്പയേക്കാൾ കൂടുതൽ ഫീവേഴ്സ് ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ. ഇപ്പം അങ്ങനെയുള്ള പനികൾ വരുന്നൊരു സമയമാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധ വേണം. പൊതുവെ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പം വൺ ഹെൽത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും നമ്മൾ ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാഡ് റൂസ്റ്റിംഗ് സൈറ്റ്സ്, അതായത് പ്രത്യേകിച്ച് വവ്വാൽ കൂടുതൽ കാണുന്ന
പ്രദേശങ്ങളിൽ വവ്വാലുകൾ കൂട്ടമായി ചത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. അതും പരിശോധനയിലുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റെന്തെങ്കിലും മൃഗങ്ങൾ ചാവുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.